നിക്കോട്ടിൻ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ നിക്കോട്ടിൻ അവസാനം ആ സെല്ലുകൾ നശിപ്പിക്കാൻ തുടങ്ങും. ആ സെല്ല് നമ്മൾ പ്രത്യേകിച്ച് അധികം ഫസ്റ്റ് കാലിലാണ് ഈ ഡിപ്പോസിഷൻ നടക്കുന്നത്. ഡിപ്പോസിഷൻ നടന്നു കഴിഞ്ഞിട്ട് ആ കാല് കറക്കുന്നു. കറുത്ത് കഴിഞ്ഞിട്ട് അവസാനം കാല് ഡെഡാണ്. പിന്നെ മുറിച്ച് പഴുക്കാൻ തുടങ്ങും. അതിന്റെ അവസാനം സെല്ലിൽ എത്തിച്ചേരും. പിന്നെ എന്താ പ്രശ്നം? നമ്മുടെ സാധാരണ ഫുഡ് മെറ്റീരിയൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള വേസ്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ കൂടെ നമുക്കറിയാം പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ സാധനം നിക്കോട്ടിൻ എന്ത് സംഭവിക്കില്ല, പുറത്തേക്ക് പുറന്തള്ളി പോകില്ല. അപ്പൊ എന്ത് ഈ സെല്ലിൽ അടിഞ്ഞു കൂടും. അടിഞ്ഞു കൂടി കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഒന്നെങ്കിൽ ചിലപ്പോൾ അവന്റെ ശരീരം ചൊറിഞ്ഞു തരികയും. കാരണം എന്താ? ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് പരിശോധന നടത്തി മനസ്സിലായത് എന്നോട് ചോദിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് പുക വരിക. അത് ഈ വന്നടിഞ്ഞ നിക്കോട്ടിൻ പുറന്തള്ളുക. അതിനുള്ള ടെൻഡൻസിയാണ് നമ്മുടെ ശരീരം കാണിക്കുന്നത്. അല്ലെങ്കിൽ കുറെ പ്രായം കഴിയുമ്പോൾ ആദ്യമേ തന്നെ എല്ലാവരും പറയുന്ന പോലെ ക്യാൻസർ ഫസ്റ്റ് ക്യാൻസർ ഉണ്ടാവില്ല. നിക്കോട്ടിൻ ആ നിക്കോട്ടിൻ അല്ലെങ്കിൽ ഓക്സിജൻ അബ്സോർബ് ചെയ്ത് ഈച്ച് ആൻഡ് എവരി സെല്ലിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോടിക്കണക്കിന് സെല്ലുകൾ കൊണ്ടാണ്. ആ സെല്ലില് മെറ്റബോളിസം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജന്റെ ആവശ്യമുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരോടും ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് ഈ ദീപം തെളിയിക്കാം. ലഹരിക്കെതിരെ പ്രവർത്തിക്കുവാൻ ഈ ദീപം നമുക്ക് തുണയാവട്ടെ. അടുത്തതായി